ഒരു നല്ല വെജിറ്റബിൾ റെസിപ്പിയാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. ചെറുപയറിൻ്റെ പരിപ്പും അതുപോലെ തന്നെ പാലക്കും ചേർത്തിട്ടുള്ള അയണും പ്രോട്ടീനും ഒക്കെ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണോ ഈ ചാനൽ കാണുന്നത്? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തു എങ്കിൽ വീണ്ടും ചെയ്യരുത്, അൺസബ്സ്ക്രൈബ് ആയി പോകും. പിന്നെ അതിനോടൊപ്പം വരുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. വീട്ടിൽ പാചകം ചെയ്യുന്ന ഭക്ഷണമാണ് നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്യണം. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഇത് മൂങ് ദാലാണ്, ചെറുപയറിൻ്റെ പരിപ്പ്. അപ്പോൾ ഇതൊന്ന് വൃത്തിക്ക് കഴുകിയിട്ട് ഈ പരിപ്പ് നമുക്ക് ആദ്യം ഒന്ന് വേവിക്കണം. എന്നിട്ട് നമുക്ക് അത് വേകുമ്പോഴത്തേന് നമുക്ക് പിന്നെ ഇലയൊക്കെ അരിഞ്ഞ് റെഡിയാക്കാം, പാലക്കൊക്കെ. അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, ഒരല്പം കായം, അത് പരിപ്പായതുകൊണ്ടാണ്, ഉപ്പ്, ഒരല്പം മഞ്ഞൾ. ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിക്കാം. അരക്കപ്പ് പരിപ്പാണ് ചേർത്തത്, അതിന് ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഒത്തിരി വെന്ത് പോകാൻ പാടില്ല പരിപ്പ്. അപ്പോൾ നമുക്ക് പരിപ്പ് അടുപ്പിലോട്ട് വയ്ക്കാം. ഇനി പരിപ്പ് വേകുമ്പോഴത്തേന് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. നല്ല ഫ്രഷായിട്ടുള്ള പാലക്കാണ്. ഈ പാലക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞുകൂടെ എടുക്കണം. ഇടയ്ക്ക് അത് തുറന്ന് നോക്കണം. അപ്പോൾ വെള്ളം കഷ്ടിച്ചേ ഉള്ളൂ. ആദ്യമേ ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട, ഈ ഡബിൾ ക്വാണ്ടിറ്റി ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ചെറിയ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും നമുക്ക്. ബാക്കി കുറച്ച് വെള്ളം കൂടെ ഉണ്ട്, അതൊന്ന് പറ്റിക്കോട്ടെ. ഇനി അരപ്പരയ്ക്കാനായിട്ട് നമുക്ക് തേങ്ങ ഇടാം. പച്ചമുളക്, ഇത് ഹാബിനാരോ എന്ന് പറയുന്ന എരിയുള്ള മുളകാണ്, അതുകൊണ്ട് ഒരെണ്ണം മതി. വെളുത്തുള്ളി, ചെറിയ തണ്ട് കറിവേപ്പില. പരിപ്പ് ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ജീരകം. അരപ്പിൻ്റെ കൂടെയും അല്പം ഉപ്പിടണം. ശകലം മഞ്ഞൾ. ഇതൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. അരപ്പ് റെഡി ആയിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തോരൻ വയ്ക്കാം. നമുക്ക് കട്ടിയുള്ളൊരു പാത്രം വയ്ക്കാം. ചട്ടി ചൂടാവുന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകിടാം. കടുക് ഒന്ന് പൊട്ടട്ടെ. സീസണിങ് ആദ്യമേ അങ്ങ് ചെയ്യുക. അതൊന്ന് മൂക്കുമ്പോൾ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൂടെ നിട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള ഇടാം. ഇതൊന്ന് വഴന്നാൽ മതി. ഇങ്ങനെ അത് ചെറുതായിട്ടൊന്ന് വഴന്നച്ചാൽ മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പങ്ങിടാം. അരപ്പ് ഒന്ന് ചെറുതായിട്ട് വഴറ്റാനായിട്ടാണ്. ഇതിനകത്ത് വെള്ളം ഒട്ടും ഒഴിക്കരുത്. കരി ഇലയ്ക്കകത്തുനിന്നുള്ള വെള്ളം കൊണ്ട് അത് കുഴഞ്ഞു പോകും. ഇത് ചപ്പാത്തിക്ക് നല്ലൊരു കൂട്ടാനാണ് കേട്ടോ, ചോറിന് മാത്രമല്ല. അപ്പം ഇതൊന്ന് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. അങ്ങനെ ഒന്ന് ഇളക്കി ചേർത്തതിന് ശേഷം നമ്മൾ വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിനകത്തേക്ക് ഇടാം. പരിപ്പ് വെന്ത് പോകരുത്. പരിപ്പ് വെന്ത് പോയി കഴിഞ്ഞാൽ തോരനായിട്ട് കിടക്കത്തില്ല, വല്ലാതെ കുഴഞ്ഞു പോകും. എന്നിട്ട് ഇതൊന്ന് ഇളക്കി ചേർത്തിട്ട് നമുക്കിതിനകത്തേക്കാണ് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കിടേണ്ടത്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കിട്ട് കൊടുക്കാം. ഇനി പാലക്കില്ലെങ്കിൽ ചീര കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ പാലക്കിനകത്ത് വെള്ളം അതിനകത്ത് ഇറങ്ങിക്കോളും, അതുകൊണ്ട് വെള്ളം ചേർക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അരപ്പെല്ലാം കൂടെ ചേർന്ന് നല്ല ടേസ്റ്റ് ആയിക്കോളും. നിങ്ങൾക്ക് ഈ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ആ തംസ് അപ്പ് ബട്ടൺ അഥവാ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊന്ന് ഇനി വെന്തോട്ടെ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റെല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും തന്നേക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വഴന്നാൽ മതി. അപ്പം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മുടെ സൂപ്പർ തോരനാണിത്. അപ്പോൾ ഇത് ഇലയൊന്ന് വാടി അത് മതി. ഇത്രയേ ഉള്ളൂ ഈ സാധനം. തോരൻ റെഡിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.